അൻവറിനെ UDF-ലേക്ക് എടുക്കേണ്ടതില്ലെന്ന് KPCC രാഷ്ട്രീയകാര്യ സമിതിയിൽ പൊതുവികാരം. കെ സുധാകരൻ മാത്രമാണ് അൻവറിനായി യോഗത്തിൽ നിലകൊണ്ടത്. KPCC പുനഃസംഘടന വേഗത്തിൽ പൂർത്തിയാക്കാനും തീരുമാനമായി. ഓൺലൈനിൽ യോഗത്തിൽ പങ്കെടുത്ത മുൻ KPCC അധ്യക്ഷൻ കെ സുധാകരൻ അൻവറിനെ UDF-ന്റെ ഭാഗമാക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചു. അൻവറിന്റെ സഹായമില്ലാതെയാണ് ജയിച്ചതെന്ന് റോജി എം ജോൺ ചൂണ്ടിക്കാട്ടി. അൻവറിനായി വാതിൽ തുറക്കേണ്ടെന്നായിരുന്നു യോഗത്തിന്റെ പൊതുവികാരം. എന്നാൽ യോഗത്തിൽ ഇക്കാര്യം ചർച്ചയായില്ലെന്ന നിലപാടാണ് വാർത്താസമ്മേളനത്തിൽ KPCC അധ്യക്ഷൻ സ്വീകരിച്ചത്. അതൊരടഞ്ഞ അധ്യായമാണെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അത് ചർച്ചാ വിഷയം പോലും ആയിട്ടില്ല. പാർട്ടിയോട് ഇടഞ്ഞു നിൽക്കുന്ന ശശി തരൂരിന്റെ കാര്യത്തിൽ വ്യക്തത വേണമെന്ന് രമേശ് ചെന്നിത്തല യോഗത്തിൽ ആവശ്യപ്പെട്ടു. ചേർത്ത് നിർത്തി മുന്നോട്ടു പോകണമെന്നായിരുന്നു ചെന്നിത്തലയുടെ നിലപാട്. നിരന്തരം പ്രശ്നമുണ്ടാക്കുന്നവർക്കെതിരെ നടപടി വേണമെന്ന് തരൂരിന്റെ പേര് പറയാതെ ഷാനിമോൾ ഉസ്മാനും യോഗത്തിൽ ആവശ്യപ്പെട്ടു. പാർട്ടി പുനഃസംഘടന വേഗത്തിൽ പൂർത്തീകരിക്കണമെന്ന് PJ കുര്യൻ, ജോസഫ് വാഴയ്ക്കൻ, TN പ്രതാപൻ, KC ജോസഫ് എന്നിവർ ആവശ്യപ്പെട്ടു. മുതിർന്ന നേതാക്കൾ കൂടിയാലോചിച്ച് പുനഃസംഘടന വേഗത്തിൽ പൂർത്തീകരിക്കാൻ ധാരണയായി. മിഷൻ 2025 തുടർച്ചയായി മിഷൻ 2026 നടപ്പാക്കും. മീഡിയ 1 തിരുവനന്തപുരം.